പെഹൽഗാം അക്രമം ആ ദിവസം ഭാരതത്തെ മുഴുവൻ നടുക്കിയ ഒരു അക്രമം. ഭാരതത്തിൽ ഇന്ന് വരെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് അവരുടെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ മരണം വരിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. വളരെ കൃത്യമായിട്ട് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കലിമ ചൊല്ലാൻ അറിയുമോ എന്ന് ചോദിച്ചുകൊണ്ട് വെടിവെച്ച് കൊല്ലുക ആണ് ചെയ്തിട്ടുള്ളത്, ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകളെ. അപ്പൊ അവിടെ ആ ഒരു അക്രമം മനുഷ്യ മനസാക്ഷിയെ തന്നെ നടക്കുന്ന അത്രയ്ക്കും ഭീകരമായിട്ടുള്ള ഒരു അക്രമമാണ് ഉണ്ടായിട്ടുള്ളത്. ഭീകരവാദത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത 10 പേരെ 1000 പേരുടെ മുമ്പിൽ വെച്ച് വെടിവെച്ച് കൊല്ലുക എന്നുള്ളതാണ്. 1000 പേരെ വെടിവെച്ച് കൊല്ലുന്ന ഭീകരവാദമല്ല, 1000 പേരിലേക്ക് ഭീതി പടർത്തുക, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായ സമയത്ത് രാത്രിയൊക്കെ നമ്മൾ ആകെ അസ്വസ്ഥരാണ്, എല്ലാവരും പലതരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. ആളുകൾ പറയുന്നുണ്ട് പ്രധാനമന്ത്രി എന്താണ് പ്രതികരിക്കാത്തത്, സൈന്യം എന്താണ് പ്രതികരിക്കാത്തത്. പല കോണുകളിൽ നിന്നും വലിയ ഔട്ട്ക്രൈ ഉണ്ടായി. ഇതുണ്ടായ സമയത്ത് ഞാൻ ചിന്തിച്ചത് നമ്മൾ എന്താണ് പ്രതികരിക്കുന്നത് എന്നുള്ള. ജനാധിപത്യപരമായ രീതിയിൽ നമുക്ക് എന്ത് പ്രതികരണം ഇതിന് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നത് അല്ലെങ്കിൽ ലൈക്കിന് വേണ്ടി എന്തെങ്കിലും എഴുതുന്നത്, അത് ഷെയർ ചെയ്യപ്പെടുന്നത്, ഇതൊക്കെയാണോ ഇതിൽ തീരുന്നതാണോ നമ്മുടെ സാമൂഹിക പ്രതിബദ്ധത? ഇതായിരുന്നു ഒരു ചിന്ത. ആ സമയത്താണ് ഈ ആശയം പങ്കുവെച്ചുകൊണ്ട് ഒരു ലേഖനം പോലെ എഴുതിയത്. പെഹൽഗാം അക്രമത്തെ അപലപിച്ചുകൊണ്ടാണ് ആ ലേഖനം ഉണ്ടായത്. ആ ലേഖനത്തിന്റെ അവസാനം ബുള്ളറ്റുകൾക്കെതിരെ ബുള്ളറ്റ്, അവർ വെച്ച ബുള്ളറ്റ് തോക്കിൽ നിന്ന് ഉതിർത്ത ബുള്ളറ്റാണ്. ആ ബുള്ളറ്റിന്റെ ഉദ്ദേശം നമ്മുടെ വായ മൂടിക്കെട്ടുക, നമ്മെ നിശബ്ദരാക്കുക, ഭയം കൊണ്ട് നിശബ്ദരാക്കുക എന്നുള്ള. അതിന് പകരം നമ്മുടെ അടുത്തൊരു ബുള്ളറ്റ് ഉണ്ട്, അത് ബുള്ളറ്റ് ബൈക്കാണ്, റോയൽ എൻഫീൽഡിന്റെ ബുള്ളറ്റ് ബൈക്കാണ്. നമ്മൾ ബുള്ളറ്റ് എന്ന് വിളിക്കുന്നത് അല്ലേ, ബുള്ളറ്റ് ഒരു വികാരമാണ്. ആ ബുള്ളറ്റ് ഒരു ജനാധിപത്യ അല്ലെങ്കിൽ ഒരു പൗരന്റെ സ്വരാണ്. ഭീകരതയ്ക്ക് എതിരെ ഞങ്ങളുടെ ബുള്ളറ്റ് ബൈക്കുകളിൽ സമാധാനപരമായി സഞ്ചരിക്കുന്നു എന്നുള്ളതായിരുന്നു എന്റെ ആശയം.